ഹായ് എവ്രി വൺ. അപ്പം നമ്മുടെ എസ് എസ് സിയുടെ സ്ലോട്ട് സെലക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ssc.government.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുക. നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് പോവുക. അവിടെ മൈ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിയുമ്പോൾ യൂഷ്വലി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാംസിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു ബോക്സ് വരും. അപ്പോൾ അവിടെ CHSLന്റെ ഒരു ബോക്സ് ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നുണ്ടാവും. ഇവിടെ താഴെ സെലക്ട് സിറ്റി എക്സാം ഡേറ്റ് ഷിഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ മുകളിൽ തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കലണ്ടർ ഐക്കൺ എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ചൂസ് ചെയ്യുക. സപ്പോസ് നമ്മൾ 24/10/2025 എന്ന് പറഞ്ഞ ഈ ഡേറ്റ് ആണ്, നവംബർ 24 നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പ്രിഫറൻസ് കൊടുത്ത 3 സിറ്റികൾ ഉണ്ടല്ലോ, ആ 3 സിറ്റികളിലെ സ്ലോട്ട് അവൈലബിലിറ്റി ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പം നമുക്കിപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരമാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ ഏത് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ല സെക്കൻഡോ തേർഡോ പ്രിഫറൻസസിൽ ഏതെങ്കിലും സ്ലോട്ട് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പം അവിടുത്തെ മോർണിംഗ് ഷിഫ്റ്റ് സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പം താഴെ ഇങ്ങനെ 2 ബാർ വരും. അപ്പോൾ ഇവിടെ മുകളിൽ മൊബൈൽ നമ്പറിലും താഴെ ഇമെയിലിലും വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബാറാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം ഏതൊരു മൊബൈലിൽ അല്ലെങ്കിൽ ഇമെയിലിൽ വരുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്ലോട്ട് സെലക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പം സക്സസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അങ്ങനെ എഴുതി കാണിക്കുകയാണെങ്കിൽ സക്സസ്ഫുള്ളി നമ്മുടെ സ്ലോട്ട് സെലക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. ഇനി ഇൻ കേസ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത 3 സിറ്റീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രിഫറൻസസ്, അതിൽ ഒരു സ്ലോട്ടും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ചോസ് ആൾട്ടർനേറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ അവൈലബിൾ ആയിട്ടുള്ള സിറ്റീസ് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ നമുക്ക് സിറ്റി മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ സ്ലോട്ട് ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3 അത് നമുക്ക് ചിലപ്പം അത് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് കമ്മീഷൻ അലോക്കേറ്റ് ചെയ്ത് തരുന്ന സ്ലോട്ട് ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആയിരിക്കും എന്നാ പറയുന്നത്. നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് സിറ്റി ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നവംബർ 3 മൺഡേ അത് അവൈലബിൾ ആവും. അപ്പം അവിടെ ചെന്നാൽ അവർക്ക് അറിയാൻ പറ്റും ഏത് സ്ലോട്ടാണ് സിറ്റിയും ഡേറ്റും ഒക്കെ കറക്റ്റ് ഫൈനലി അലോട്ട് ചെയ്ത് കിട്ടിയേക്കുന്നതെന്ന് അതിൽ അറിയാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാവർക്കും നമ്മൾ ഓപ്റ്റ് ചെയ്തവർക്കും സിറ്റി ലൈവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അലൊക്കേഷന്റെ ഒരു കൺഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ അവസാനം പറഞ്ഞേക്കുന്നത് വെച്ചാൽ 3 to 4 days പ്രയർ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ആസ് യൂഷ്വൽ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.